വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതിനേക്കാട്ടിൽ ടേസ്റ്റിൽ ആ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേഗത്തില്ല പെട്ടെന്ന്. അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. 2 സ്റ്റേജായിട്ടാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്, അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇനി നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെക്കണം. ഞാൻ ഏകദേശം 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ 3 മണിക്കൂറിന് ശേഷം പിന്നെയും നമ്മൾ കുറച്ച് മസാലകളെല്ലാം കൂടെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ എല്ലാം തേണ്ട നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാലകളൂടെ ചേർക്കാനുണ്ട്. ഇപ്പോൾ ഒരു 10-15 വറ്റൽ മുളക്, ഒരു 10 കഷ്ണം ചെറിയുള്ളി, പിന്നെ 2-3 കഷ്ണം ചെറിയ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി നമ്മൾ തൊലിയോടുകൂടി ഒരു 2 കുടം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്കിനി ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം അതും കൂടി ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ വേണ്ട നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അരഞ്ഞും പോകല്. ഇനി ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം, ഫുൾ എഗ്ഗ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ എന്തായാലും വേണ്ടിയില്ല, അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടാണ്. അതുകൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരും കൂടെ ഒരു നനവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്താൽ മതി. ഒരു കാരണവശാലും വെള്ളം ചേർക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മസാലയൊക്കെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെ കേട്ടോ. അതിൻ്റെ ആ ഒരു മണം തന്നെ അയലത്തെല്ലാം അറിയും നമ്മളിവിടെ വറക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതൊന്ന് കോരി മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് ഒരു തരികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൊരിപ്പ് പോലത്തെ തരികൾ കിട്ടുമല്ലോ. അപ്പോൾ അതും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. നമുക്ക് ആദ്യം കോരി മാറ്റി ഒരു കണ്ണാപ്പയിലോട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തരിയും നമുക്കിത് മാറ്റി വെക്കാം. ഇതിനകത്തിലെ തരിയെല്ലാം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ചിക്കൻ ഒന്നും കൂടി ഇട്ട് ഫ്രൈ ചെയ്യും. ഇതേപോലെ
നമുക്കിനിയും വേണ്ട ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പകുതി വേവായപ്പോഴാണ് നമ്മളിത് മാറ്റിയത്. അല്ലെങ്കിൽ നമ്മുടെ ആ തരിയെല്ലാം ആ പൊടിയെല്ലാം അങ്ങ് കരിഞ്ഞു പോവും. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കിന് അതങ്ങ് കരിഞ്ഞു പോവും. അതിനുവേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേണ്ട നമ്മുടെ ചിക്കൻ ഏകദേശം വേണ്ട നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തരി എല്ലാം കൂടെ ഇതിലൂട്ടിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് ഇത് ഒരുമിച്ചങ്ങ് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മാക്സിമം 10 മിനിറ്റ് മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് വറുത്തെടുത്താൽ ഇത് ഹാർഡായിപ്പോവും. അപ്പം നിങ്ങളൊരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് വറുത്തെടുത്തിരിക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് ചിക്കൻ ഫ്രൈയും അതിൻ്റെ പൊടിയും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള ചിക്കനും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ അവർ കളറൊക്കെ ചേർക്കും. പക്ഷേ നമ്മൾ കളറിന് പകരം നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതേണ്ട ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടനോട് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോഴുള്ള നോട്ടിഫിക്കേഷനോടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.